രാജ്യത്തെ തകർക്കുന്ന കരാറുകളിൽ ഒപ്പിടുന്നു. രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാഴ്ത്തുന്ന വിധം തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം എന്തെങ്കിലും പ്രതികരണം ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് തയ്യാറാവുന്നുണ്ടോ? കോൺഗ്രസ് ഇപ്പോൾ ഒരു ജാഥ നടത്തുന്നു. UDF ജാഥയിൽ എവിടെയെങ്കിലും ഇത്തരം കാര്യങ്ങൾ പ്രസംഗിക്കുന്നുണ്ടോ? കേന്ദ്ര സർക്കാരിനെതിരെ BJPക്കെതിരെ ഒരു വാക്ക് ഉരിയാടുന്നുണ്ടോ? ഇല്ലല്ലോ. എല്ലാ അധിക്ഷേപങ്ങളും വ്യാജ പ്രചരണങ്ങളും നമുക്കെതിരെയാണ്, LDFനെതിരെ. BJPയുമായി നീക്കുപോക്കാണ്, കൂട്ടുകെട്ടാണ്. ഇപ്പൊ ഇവിടെ സഖാവ് വസന്തം സൂചിപ്പിച്ചു, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തന്നെ. സാധാരണഗതിയിൽ കേരളത്തിൽ 80-ന് ശേഷം 5 കൊല്ലം കൂടുമ്പോൾ ഭരണം മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എല്ലാ തെരഞ്ഞെടുപ്പിലും മാറി മാറി മുന്നണികൾ അധികാരത്തിൽ വരും. 2021 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അങ്ങനെ വരും എന്നാണ് UDF പ്രതീക്ഷിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് നടന്നത് ഏപ്രിൽ മാസം 6-ാം തീയതി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 2021 ഏപ്രിൽ 6-നായിരുന്നു കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ. വോട്ടെണ്ണിയത് മെയ് മാസം 2-ാം തീയതിയായിരുന്നു. മെയ് 1-ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടെലിവിഷൻ ചാനലിന്റെ ഓൺലൈൻ എഡിഷനിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു. വാർത്തയുടെ തലക്കെട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഇങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം പരിഹരിച്ചു. അപ്പൊ ഒരു കൗതുകം തോന്നി, ബാക്കി വാർത്ത വായിച്ചു. അപ്പൊ അതിൽ ബാക്കി ഭാഗം ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ സമവായം. ആദ്യത്തെ 2.5 വർഷം ഉമ്മൻചാണ്ടിയും തുടർന്നുള്ള 2.5 വർഷം രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിമാരാകാൻ ധാരണയായി കോൺഗ്രസ്. വോട്ട് പിറ്റേ ദിവസം എണ്ണാൻ പോകുന്നേ ഉള്ളൂ. തലേ ദിവസത്തെ വാർത്തയാണ് ഞാനീ പറഞ്ഞത്. എന്നിങ്ങനെയാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നത്. സംഗതി സത്യമായിരുന്നു. ജയിക്കും എന്ന് അത്രമേൽ ഉറപ്പായിരുന്നു കോൺഗ്രസിന്, UDFന്. അപ്പൊ ആര് മുഖ്യമന്ത്രിയാവണം, അതിനെ ചൊല്ലി തർക്കം. ആ തർക്കം ഇരുന്ന് പരിഹരിച്ചതാണ്. എന്നാൽ പിറ്റേ ദിവസം വോട്ടെണ്ണിയപ്പോഴോ ഐക്യ കേരളത്തിന്റെ ചരിത്രം മറ്റൊരു ദിശയിൽ മുന്നേറി. ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷം തുടർ ഭരണത്തിലേക്ക് വന്നു. എല്ലാ കണക്കുകൂട്ടലും കോൺഗ്രസിന്റെ തെറ്റി. 91 സീറ്റ് ഉണ്ടായിരുന്ന ഇടതുപക്ഷം 99 നേടി. പുതിയൊരു ചരിത്രം പിറന്നു. എന്താ കാരണം? പുതിയൊരു ചരിത്രം പിറക്കാൻ കാരണം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മലയാളി അവന്റെ അനുഭവങ്ങളിൽ തിരിച്ചറിഞ്ഞു, ആപൽക്കാലത്ത് ആരാണ് കൂടെ നിൽക്കുന്നത്. പ്രളയം, നിപ്പ, ഓഖി, കോവിഡ്, ഈ സമയത്തെല്ലാം കേരളത്തിൽ കാവലായി നിന്നു ഒരു സർക്കാർ, ഇടതുപക്ഷം. സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യൻ തകർന്നു പോകുന്ന അവസ്ഥയിൽ അവനെ ചേർത്തു പിടിക്കാൻ, എല്ലാ സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ സർക്കാർ നടത്തിയ ശ്രമം മലയാളിയുടെ ജീവിതത്തിൽ മറക്കാനാവാത്തതായി. ഏറ്റവും പ്രധാനം അതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചോ വീണ്ടും 5 കൊല്ലം കൂടി പ്രതിപക്ഷം. ഇപ്പൊ മൊത്തം 10 കൊല്ലം. അത് കോൺഗ്രസിന്റെ സമനില തെറ്റിച്ചു. ഇപ്പൊ കൈവിട്ടുപോയ അധികാരം തിരിച്ചുപിടിക്കാൻ പച്ച കള്ളം പ്രചരിപ്പിക്കുക, വിദ്വേഷം വമിക്കുന്ന പ്രസ്താവനകൾ ഇറക്കുക, വർഗീയവാദികളുമായി സന്ധി ചെയ്യുക, ജനാധിപത്യത്തിൽ ആരും സ്വീകരിക്കാൻ പാടില്ലാത്ത ഹീനമായ എല്ലാ പരിശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്.